എനിക്ക് ഡോക്ടർ നമ്പ്യാരെയാണ് കാണേണ്ടത്. കാണാം, അതിനുമ്പ് കണ്ണും തുറക്കും. പിന്നെ ഇത്രയും നേരം ഞാൻ തുറന്നത് കണ്ണല്ലാതെ. പ്ലീസ് നമ്പ്യാർ ഡോക്ടറെ വിളിക്കുക. ഇത് പ്രശ്നം വേറെയാ. റിലാക്സ് റിലാക്സ് റിലാക്സ്. ഡോക്ടർ നമ്പ്യാർ സ്ഥലം മാറിപ്പോയി, പകരം വന്ന ഡോക്ടറാണ് ഞാൻ. അയ്യോ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഡോക്ടർ നമ്പ്യാർക്ക് മാത്രമേ എന്റെ പ്രശ്നങ്ങൾ അറിയൂ. ഓക്കെ, താങ്കൾ ഭയപ്പെടണ്ട. പ്രശ്നം എന്താ വെച്ചാൽ എന്നോട് പറയൂ. ഐ ക്യാൻ ഹെൽപ് യു. പറയൂ മിസ്റ്റർ ജയകൃഷ്ണൻ. ആ കൂട്ടിട്ട തെണ്ടിയില്ലേ ഹരിനാരായണൻ, അവന് ഭ്രാന്ത. ഡോക്ടർ അവനെ ഒന്ന് പരിശോധിച്ച അവന് വട്ടാണെന്നുള്ളത് ഡോക്ടർക്ക് മനസ്സിലാവും. അവനെ ഈ ആശുപത്രിയിലൊന്ന് അഡ്മിറ്റ് ചെയ്യണം. ഡോണ്ട് വറി ജയകൃഷ്ണൻ, കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഒക്കെ ഞാൻ ശരിയാക്കാം. ഓക്കെ, താങ്ക് യു. മിസ്റ്റർ ഹരിനാരായണൻ ഇങ്ങോട്ട് വന്നിരിക്കൂ. അയ്യോ, ഹരിക്ക് ഉറക്കം നല്ല പോലെ കിട്ടുന്നുണ്ടോ? സൂര്യൻ അസ്തമിച്ച അപ്പയാൻ ഉറങ്ങിപ്പോവും. താങ്കൾക്കോ? എന്റെ ഉറക്കമൊക്കെ പോയിട്ട് നാളെ എത്രയായി ഡോക്ടർ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മറ്റേത്. അതെ അതെ അതെ. തലയുടെ പിൻഭാഗത്ത് ഒരു പെരുപ്പ് പോലെ തോന്നുന്നുണ്ടോ? എന്നോടാ പെരുപ്പ് പെരുപ്പ് പെരുപ്പ്? അല്ലല്ല, ജയേഷനോടാ. ഡോക്ടർ എനിക്കല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഓ യെസ് യെസ്. ഉറക്കമില്ലാതെ കിടക്കുമ്പോ എഴുന്നേറ്റ് ഓടണമെന്ന് തോന്നുന്നുണ്ടോ ജയകൃഷ്ണന്? ചേട്ടൻ അവിടെ ഇരിക്കും. രാധിക, നിനക്ക് മനസ്സിലായില്ലേ? ഇയാളെന്നെ ഭ്രാന്തനാക്കാൻ നോക്കുക. എനിക്ക് ഡോക്ടർ നമ്പ്യാരെ കാണണം, അല്ലെങ്കിൽ ഡോക്ടർ റസിയെ. ഡോക്ടർ നമ്പ്യാർ ബാംഗ്ലൂരാ. പിന്നെ ഇന്ന് റസിയുടെ കല്യാണം അല്ലേ? ഇദ്ദേഹം വളരെ പേര് കേട്ട ഡോക്ടറാ മോനെ. ജയകൃഷ്ണ, ഇതെന്താണെന്ന് പറയാമോ? നിന്റെ അമ്മയുടെ നായര് ഒരു ഊശാടിയും വെച്ച് ഡോക്ടറാണെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. കോമൺ സെൻസ് വേണം. സെൻസ്. എന്റെ രാധികയെ 3-4 മണിക്കൂറോട് കഴിഞ്ഞ് എന്റെ നിലയാകെ വഷളാവും. അതിനുമുമ്പ് എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട്. നീ വാ. ചേട്ടാ, അതൊക്കെ പിന്നെ പറയാം. ഇപ്പൊ ഡോക്ടർ പറയുന്ന അനുസരിക്ക്. രാധികയെ എന്തിനാണ് ഇങ്ങനെ എല്ലാരും വിഷമിപ്പിക്കുന്നത്? അവിടെ ചെന്ന് ഇരിക്കും. സാറേ, എന്റെ പൊന്ന് സാറല്ലേ പറയുന്ന ഒന്ന് കേൾക്ക്. മരുന്ന് കഴിച്ചാൽ മാറാത്ത അസുഖമൊന്നുമില്ല. ഒന്നും നിർത്തണ്ടല്ലോ. എനിക്ക് യാതൊരു കുഴപ്പമില്ല. എനിക്ക് ഒരു കുഴപ്പമില്ല. രാധികെ, നീയെങ്കിലും എന്നെ വിശ്വസിക്കണം. എന്റെ കൂടെ ഒന്ന് വരണം. നിന്നോട് ചില കാര്യങ്ങൾ എനിക്ക് പറഞ്ഞേ പറ്റൂ. ഞാൻ വരാം. നോ, ഈ സമയത്ത് ഇവനെ കൊണ്ട് പുറത്തു പോകുന്ന അപകട. അത് സാരല്ല, ചേട്ടൻ വരും. മിസ്സസ് രാധിക മേനോൻ, വാട്ട് ദ ഹെൽ ആർ യു ഡൂയിങ്? ഈ അവസ്ഥയിലെ വെളിയിൽ വിടാൻ പറ്റില്ല. നിന്നെയൊക്കെ ഡോക്ടറാക്കി അവന് മുക്കാലി കെട്ടിയടിക്കണം. രോഗിയെ കണ്ട തിരിച്ച് വയ്യാത്ത നായേ. ഷോക്ക് കൊടുക്കേണ്ടി വരും ഡോക്ടർ. ഡെഫിനറ്റ്ലി. പുറത്തു പോകണമെങ്കിൽ പെർമിഷൻ വേണം. എടാ പൊന്നപ്പ, എല്ലാരും കൂടി എന്നെ പ്രാന്തനാക്കി ഇതിനകത്തിട്ട് പൂട്ടാൻ പോവാ. നീ ഒന്ന് പറ, എനിക്കല്ല അവനാണ് വട്ടെന്ന്. ചേട്ടാ, എനിക്കല്ല വട്ട്, ഇവനാ വട്ട്. പട്ടി അവനെ പിടിയണം. കയ്യും കാലം കെട്ടിട്ടാലും വേണ്ടില്ല, അവനിവിടെ കൊണ്ടുവരണം. സാർ, കാശ് വന്നിട്ട് പോടോ. സോറി, കാശ് എടുത്തിട്ടില്ല. വെയിറ്റ് ചെയ്യ്, ഞാൻ അകത്തുനിന്ന് മേടിച്ചു തരാം. വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല, മര്യാദയ്ക്ക് കാശ് വന്നിട്ട് പോടോ. ആശാൻ എന്നെ തടയരുത്. എനിക്ക് ഡോക്ടർ അത്യാവശ്യമായിട്ടൊന്ന് കണ്ടേ പറ്റൂ. പ്രശ്നം അതീവ ഗുരുതരമാണ്. ഭ്രാന്താശുപത്രി മുമ്പേ നിന്ന് കയറിയപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഭ്രാന്തനായിരിക്കും. എന്താ എന്താ എങ്ങോട്ടേ തള്ളി കയറി പോണത്? ഫോൺ കോൺഫിഡൻഷ്യലാ. എനിക്ക് ഡോക്ടർ റസി ഒന്ന് കാണണം, വളരെ അത്യാവശ്യം. ഇന്ന് ഡോക്ടറുടെ കല്യാണം, പേഷ്യന്റ് നോക്കാൻ പറ്റില്ല. മാഷെ, ഞാൻ പേഷ്യന്റ് അല്ല, ഡോക്ടറുടെ ഫ്രണ്ടാ. തോന്നും, ഫ്രണ്ടാണെന്നും ബാക്കാണെന്നും ഒക്കെ തോന്നും. മക്കള് പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വാ. പേഷ്യന്റ് കെട്ടിന്റെ അടുത്തുണ്ടല്ലോ. നീയോ? അല്ല, ഞാനാ. എന്റെ ഇഷ്ടമില്ല. ഒന്ന് വീഴാൻ പോയല്ലേ ഉള്ളൂ, അപ്പോഴേക്ക് ഇത്ര വലിയ മുഴയോ? എന്റെ പൊന്ന് സാറേ, ഈ ഗേറ്റിനുള്ളിൽ കയറാൻ നോക്കരുത്. ഈ വാച്ച്മാൻമാർക്കൊക്കെ വട്ടാ. ഈ എന്നെ ഉണ്ടല്ലോ, ഒരു ദിവസം മിനിമം 10 വാച്ച്മാൻമാരെങ്കിലും കഴുത്തെ പിടിച്ച് വെളി തള്ളാറുണ്ട്. മതിൽ ചാർന്നാണ് ബുദ്ധി.
ശരിയായിക്കോ. ആ ഇഞ്ചക്ഷൻ എനിക്കിട്ട് തന്നെ കിട്ടി. ഇപ്പൊ എല്ലാവരുടെ കൺമുമ്പിൽ ഞാൻ പ്രാന്തനാ. തനിക്ക് മാത്രമേ ഇപ്പൊ എന്നെ സഹായിക്കാൻ പറ്റൂ. വേഗം. ഈ സമയത്ത് നീ ഇതെങ്ങോട്ടാ? ഒന്ന് മുറിയിൽ പോയിട്ട് വരാം. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊക്കെ എന്താ ഉയരം. ഇത്ര ബോധമല്ലാതെ താൻ ഈ കാര്യം ഹാൻഡിൽ ചെയ്യുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ മെഡിസിൻ തന്നുവിടില്ലായിരുന്നു. വരാനുള്ളത് വഴി തങ്ങില്ല. ഇത് റോയ് തോമസ്. ഹലോ. ഇത് ഹുസൈൻ. ഹലോ. നമുക്ക് വേണ്ടപ്പെട്ട ആളാ. ജ്യേഷ്ഠ. ആരാ മരിച്ചത്? എപ്പോഴാ ശവം എടുക്കുന്നത്? എന്ത്? ഇയാക്കെന്താ ചെവിടും കേട്ടൂടെ? ഏതാ? ഞാൻ ഭാസ്കരൻ. ജയകൃഷ്ണ സാറിനെ ഹെൽപ്പ് ചെയ്യാൻ വന്നതാ. എനിക്ക് ശരീരം മുഴുവൻ വലിഞ്ഞു മുറുകുന്ന പോലെ. ജയകൃഷ്ണൻ കുറച്ചു നേരം കിടന്നോളൂ. വേണ്ട, അവിടെ വീട്ടില് ഒന്ന് ഉറങ്ങുന്നതിനിടയ്ക്ക് തന്റെ വീട്ടിൽ ഒന്നും സംഭവിക്കാൻ പോണില്ല. കുറച്ചു നേരം കിടന്നോളൂ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അവിടെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ടാവും. ആരാ മുറിക്കാത്ത? ആരാണ് ചോദിച്ചേ? അതോ അവളുടെ കൂട്ടുകാരിയാ? കൂട്ടുകാരിയോ അതോ കൂട്ടുകാരനോ? അതെന്റെ ക്ഷമിക്കണം, ഒരു പ്രത്യേക സാഹചര്യത്തില് ജയകൃഷ്ണൻ എന്ന് പറയുന്ന ഒരുത്തരുമായിട്ട് അവൾക്ക് ബന്ധമുണ്ടെന്ന് എന്നെ നേരത്തെ ഒരാൾ അറിയിച്ചതാ. അന്ന് ഞാനത് വിശ്വസിച്ചില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് ബോധ്യായി. ഇനി എന്തിനാ നോക്കി നിൽക്കണേ? ഇറങ്ങിനടാ എല്ലാരും. വലിയ പഠിപ്പും പത്രാസും ഉണ്ടായിട്ടൊന്നും കാര്യമില്ലടോ ഹാജിയാരെ. അന്തസ് വേണം. എന്താ ബായി പറയണ? എന്റെ കുട്ടി അങ്ങനത്തോളല്ല മോനെ. ഇയാളെ കണ്ടാ തന്നെ അറിയില്ലേ, ഭ്രാന്തനാ. മോളുടെ പേഷ്യന്റാ. അസുഖം കൂടിയപ്പോ ഇവിടെ വന്ന് കേറിയതേ ഉള്ളൂ. ഡോക്ടറായി പോയില്ലേ, ഓൾക്ക് നോക്കാണ്ടിരിക്കാൻ പറ്റുമോ? ജയകൃഷ്ണൻ ഇവളുടെ പേഷ്യന്റ് ആണോ ഫ്രണ്ട് ആണോന്ന് ഇവള് പറയട്ടെ. ഇവള് പറഞ്ഞ ഞാൻ വിശ്വസിക്കാം. ഓൻ ചോദിച്ചത് കേട്ടില്ലേ? ഇയാള് നിന്റെ രഹസ്യക്കാരനോ അതോ ഭ്രാന്തനോ? ഇപ്പൊ പറയണം. പറയാം. ജയകൃഷ്ണൻ എന്റെ ജയകൃഷ്ണ ജയകൃഷ്ണൻ നിർത്താനാ പറഞ്ഞത്. എനിക്ക് എന്താ ഇപ്പൊ എല്ലാവർക്കും ബോധ്യായില്ലേ? അയാൾക്ക് മൂത്ത ഭ്രാന്താ. അല്ല, ജയകൃഷ്ണൻ ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഈ കാണിച്ചതൊക്കെ വെറും അഭിനയമാണ്. ജയകൃഷ്ണൻ എന്റെ ഫ്രണ്ടാ, എന്റെ ഏറ്റവും നല്ല സുഹൃത്ത്. മറ്റാരും സഹായത്തിനില്ലാതെ വരുമ്പോ അയാൾ ഓടി വരുന്നത് എന്റെ അടുത്താ. അതുപോലെ ഒരു സഹായത്തിന് വേണ്ടിയാ അയാൾ ഇപ്പോഴും വന്നത്. ഒരു സുഹൃത്ത് ബന്ധത്തിന്റെ സത്യസന്ധത നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ലെങ്കിൽ, അതൊക്കെ മറ്റൊരു തരത്തിലാണ് നിങ്ങൾ ഇപ്പോഴും കാണുന്നതെങ്കിൽ ഐ എം സോറി. മോളെ, ഇത് നടക്കാൻ വിധിയില്ലാത്ത നിക്കാണ്. അങ്ങനെ കരുതിയാ മതി എല്ലാരും. മോളെ, അതേടോ, ആ ഡോക്ടർ പറഞ്ഞ നേരാ. ജയകൃഷ്ണൻ ഒരു ഭ്രാന്തുമില്ല, ഒക്കെ വെറും ആക്ടിംഗ്. എന്തിനാ അവൻ ഞങ്ങളെയൊക്കെ മുമ്പിൽ ഭ്രാന്ത് അഭിനയിക്കുന്നത്? തനിക്ക് അവനെ അറിയാഞ്ഞിട്ടാ. അവനെ ആന്ത്രാക്ഷിനേക്കാൾ അപകടകാരിയാ. ഞങ്ങളിപ്പോ ജയകൃഷ്ണനെതിരെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ആ വിവരം സാറിനോടൊന്ന് പറഞ്ഞേക്കാമെന്ന് കരുതി വന്നതാ. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവത്തില്ല. മനസ്സിലാക്കി തരാം, സകലത്തും നല്ലവണ്ണം മനസ്സിലാക്കി തരാം. ആദ്യം അവനെ വിളിക്ക്. എന്റെ അനിയനെ പറഞ്ഞത് കേട്ടില്ലേടാ അരിപ്പേ? പോയി വിളിച്ചോട്ട് വാടാ. പോടാ. ഹരിനാരായണ, ഞാൻ നിന്നെ ഒന്ന് കാണാൻ വന്നതാ. എന്താ കാര്യം? ഏയ്, പ്രത്യേകിച്ചൊന്നുമില്ല. നിന്റെ കല്യാണം കഴിഞ്ഞെന്നറിഞ്ഞു. സത്യമാണോ എന്ന് അറിയാൻ വന്നതാ. അതെ, സത്യം തന്നെ. ഞാൻ വിവാഹം കഴിച്ചു. മോനെ ഹരി, നിന്റെ ഭാര്യയെ ഒന്ന് പരിചയപ്പെടുത്തെങ്കിലും ചെയ്തുകൂടെ? രാധികേ, ഒന്നിങ്ങ് വരും. എന്താ? പ്ലീസ്, ഒന്നിങ്ങ് വരണം. കാര്യം നമ്മുടെ എതിർഭാഗമാണെങ്കിലും എന്റെ ചേട്ടനായി പോയില്ലേ? ഇതാണ് എന്റെ ഭാര്യ, അഡ്വക്കേറ്റ് രാധിക ഹരിനാരായണൻ.
ചേട്ടന്റെ കാലോട്ട് അനുഗ്രഹം വാങ്ങിച്ചേക്ക്. അനുഗ്രഹം മേടിക്ക് മോളെ. നിർത്ത്. അട്ടഹസിക്കാൻ മാത്രം എന്താ ഉണ്ടായത്? സന്തോഷം കൊണ്ട് ചിരിച്ചു പോയതാ. നിനക്ക് ഭാര്യയായിട്ട് രാധികയും അമ്മായിയപ്പനായിട്ട് ഈ മെനോസാറിനെയും കിട്ടിയതിന്റെ സന്തോഷം കൊണ്ട് ചിരിച്ചു പോയതാ. മോള് വേണം ഈ കാലിലോട്ട് വീണോ? ഇത് വാമനന്റെ കാല് പോലത്തെ കാല. അനുഗ്രഹം കൊടുത്തതാ. മതി കണ്ടതും പരിചയപ്പെട്ടതൊക്കെ. പോയിക്കോ. മേലാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ ചെയ്യരുത്. മനോരോഗിയാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാ ജയകൃഷ്ണൻ ഹരിനാരായണനെ പുറത്തിറക്കിയതും കൂടെ താമസിപ്പിച്ചതും. അവന്റെ മനസ്സിലൊരു കല്യാണ പന്തലൊരുക്കിയതും നീ അവന്റെ ഭാര്യയാണെന്ന് അവനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചതും നിന്റെ ഭർത്താവ് ജയകൃഷ്ണൻ തന്നെയാ. എന്നെ എന്റെ അനിയനെയും ചതിച്ചു കുറെ മുതലുണ്ടാക്കി അങ്ങ് കൊടുകുത്തി വാഴാമെന്ന അവന്റെ വിചാരമെങ്കിലേ താൻ അവനോട് ചെന്ന് പറഞ്ഞേരേ. അവന്റെ അവസാനം കണ്ടിട്ടേ ഞാൻ അടങ്ങുന്നു. എന്താ പറഞ്ഞത്? രാധികന്റെ ഭാര്യയല്ലെന്നോ പറയണോ? അതേടാ, ഇവള് ജയകൃഷ്ണന്റെ ഭാര്യ തന്നെയാ. നിനക്ക് സംശയമുണ്ടെങ്കിൽ ഇവരോട് തന്നെ ചോദിക്കേ. മോനെ ഹരിനാരായണ, എനിക്ക് നിന്റെ പേടിയാ. അതുകൊണ്ടാണ് നിന്നെ ഞാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാത്തത്. ആ ജയകൃഷ്ണന്റെ കയ്യിലെ ഒരു പാതയെ പോലെ ഈ വീട്ടിൽ കിടന്ന് പൊട്ടം കളിക്കാതെ നിനക്ക് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പൊയ്ക്കൂടേടാ മോനെ. രാധികേ, ദേ സമ്മതിച്ചു. എനിക്ക് പ്രാന്ത എന്ന് വെച്ച് എന്നെ ആശുപത്രി കൊണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. കുറച്ചു ദിവസം കഴിഞ്ഞാ എനിക്കെല്ലാം മാറിക്കോളും. അറിയാം. ഹരിനാരായണനെ തിരികെ ഹോസ്പിറ്റലിലാക്കിയ ജയേട്ടന്റെ അസുഖമൊക്കെ മാറുമല്ലേ? എന്തിനു വേണ്ടി നിങ്ങൾ ഇനി ഭ്രാന്ത് അഭിനയിക്കുന്നത്? എല്ലാം നേടിക്കഴിഞ്ഞില്ലേ? ആഗ്രഹിച്ചതുപോലെ ഈ വീട്ടിലെ ഏറ്റവും ബുദ്ധിമാനായ വക്കീലായി. ഇപ്പൊ ഹരിനാരായണന്റെ സ്വത്തുക്കൾക്കൊക്കെ അവകാശമായി. ഇനിയെങ്കിലും ഈ നാടകം അവസാനിപ്പിച്ചൂടെ നിങ്ങൾക്ക്? രാധിക, നീ എന്തൊക്കെയാ പറയുന്നത്? സത്യത്തിൽ നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കാനാ ഞാൻ ഇങ്ങനെയൊക്കെ. വേണ്ട, ഒരുപാട് കള്ളങ്ങൾ കൊണ്ട് പുതിയൊരു വിശദീകരണം ഇനി ഇവിടെ വേണ്ട. അയ്യോ അമ്മാവ, ഞാൻ ബുദ്ധിസ്ഥിരതയില്ലാത്ത ഒരു തരം ചതിച്ചും പറ്റിച്ചും നീ ഉണ്ടാക്കിയ പേരും പണവും കൊണ്ട് ഈ വീട്ടിൽ കഴിയാമെന്ന് വിചാരിച്ചോളാ നീ. ഞാൻ മരിച്ചാൽ എന്റെ ശവം കാണാൻ പോലും ഇനി പഠിക്കാത്ത നീ കാലുകുത്തരുത്. ചേട്ടാ, ആ ഹരിനാരായണൻ അയാളുടെ ചേട്ടന്റെ ഫാക്ടറിക്ക് ബോംബ് വെക്കാൻ പോണു. എന്താ ഇതൊക്കെ? എന്തിനു വേണ്ടി നീ ഫാക്ടറി ബോംബ് വെച്ചു? നിനക്കറിയാമോ, ഇതെന്റെ ഫാക്ടറിയാ. എന്റെ ഇത് തട്ടിയെടുത്തതാ എന്റെ ചേട്ടൻ. എനിക്ക് അവകാശപ്പെട്ടതൊക്കെ, ഞാൻ ഇഷ്ടപ്പെടുന്നതൊക്കെ എന്നെയും തട്ടിയെടുത്തവരോടും എന്നെ ചതിച്ചവരോടും ഞാൻ കണക്ക് തീർക്കാൻ പോവാ. ഹരിനാരായണ, നിന്നെ ആരും ചതിച്ചിട്ടില്ല. ഒക്കെ നിനക്ക് തോന്നുന്നതാ, വെറുതെ തോന്നുന്നതാ. രാധിക എന്റെ ഭാര്യയാണെന്ന് എന്നെ നീ വിശ്വസിപ്പിച്ചില്ലേ?
അവളിത് ജീവിക്കാൻ പോകുന്നത് നിന്റെ കൂടെയല്ല, ചെയ്യില്ല. ഇഷ്ടപ്പെടുന്നവരെ നഷ്ടപ്പെടുന്നുണ്ടാകുന്ന വേദനയുണ്ടല്ലോ, ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന വേദന ഹരിനാരായണ, അതെന്താണ് നിന്നെ അനുഭവിപ്പിക്കും ഒരാഴ്ചക്കാലം മുഴുവനും. അയ്യോ പൊന്നപ്പാ, ഹരിനാരായണൻ വരുത്തിവെച്ച നഷ്ടങ്ങൾക്കൊക്കെ സമാധാനം പറയേണ്ടി വന്നു. രാധികയുടെ പേരിലുള്ള സ്വത്തുക്കളും അമ്മാവന്റെ സകല സമ്പാദ്യങ്ങളും കോടതി വീട് വിറ്റ പണമൊന്നും അതിന് തികഞ്ഞില്ല. കേസ് നടത്തി. കോടതി വീട്ടിലെ വക്കീലന്മാരെല്ലാരും കൂടി ശ്രമിച്ചിട്ടും കേസ് ജയിക്കാനായില്ല. കേസ് തോറ്റപ്പോ അതിന് ഞാൻ കൊടുക്കേണ്ടി വന്ന വില അത് വളരെ വലുതായിരുന്നു. തൃപ്തിയായില്ലേ നിനക്ക്? എന്റെ കുഞ്ഞിനെ കൊലക്ക് കൊടുത്തപ്പോ തൃപ്തിയായില്ലേ നിനക്ക്? അമ്മാവ, നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ പേരിനോ പണത്തിനോ വേണ്ടിയിട്ടല്ല ഞാനിതൊക്കെ ചെയ്തത്. സത്യം സത്യം, ഒരു ദിവസം രാധികയുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാ. അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഒരു പോലീസിനോ കോടതിക്കോ ഞാൻ വിട്ടുകൊടുക്കില്ല. രാധികെ, ആരെ കൊന്നിട്ടായാലും ശരി, നിന്നെ രക്ഷിക്കാനുള്ള പണവുമായിട്ട് ഞാൻ വരും. സത്യം സത്യം. അല്ലേ ജയകൃഷ്ണ സാറിന് എങ്ങോട്ട് പോകുന്നു? ജീപ്പിലോട്ട് കയറിയാട്ടെ. ഇൻസ്പെക്ടറുടെ കയ്യിരിക്കുന്ന എന്താണെന്ന് അറിയാമോ? നിനക്കുള്ള അറസ്റ്റ് വാറന്റാ. ഇനി ഭർത്താവ് വക്കീലും ഭാര്യ വക്കീലും ആജീവനാന്തം ജയിലിൽ കിടക്കും. കിടത്തും ഞാൻ. പിന്നെ പുറത്തേക്ക് വരുന്നത് നിന്റെയും അവിടെയും ശവമായിരിക്കും. അവനെടുത്ത് വണ്ടിയിലേക്കോ? ഏതാ